എല്ലാവരും സുഖമല്ലേ? ഞാനിന്നൊരു ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ കാണിച്ചു തരാം. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം കുറേ ഓയിൽ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കല്ലേ ചെയ്യുക. ഇതങ്ങനെ അല്ലാണ്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യാം, വറ്റിച്ചെടുക്കുന്ന പോലെ. ഇതിന് ബോൺ ചിക്കനും എടുക്കാം, ബോൺലെസ് ചിക്കനും എടുക്കാം. ഞാനിന്ന് ബോൺലെസ്സാണ് എടുത്തത്. ബോൺഡാണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഇതിപ്പോൾ ഈ ചിക്കൻ അതിൻ്റെ തന്നെ ജ്യൂസിലും പിന്നെ മാരിനേറ്റിലും കിടന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കുക ചെയ്യാം. അപ്പോൾ അതിങ്ങനെ മസാല എല്ലാം അകത്തെല്ലാം പിടിച്ച് നല്ല രുചി ഉണ്ടാവും. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനൊരു 1 കിലോളം ചിക്കൻ ബ്രസ്റ്റ് എടുത്ത് ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അത് ഇൻഗ്രീഡിയൻസ് തൈര്, നല്ല പുളിയുള്ളതാണ് കൂടുതൽ നല്ലത്. പിന്നെ മല്ലി, ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചുക്ക് ആവശ്യമുണ്ടെങ്കിൽ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് പച്ചമുളക്, പിന്നെ ഒരു ലെമൺ, പിന്നെ നിറയെ പുതിന ഇലയും വേണം. തൈരാണ് ഇതിൻ്റെ ബേസ്. അപ്പം ഈ തൈരിൽ കിടന്നിട്ട് തന്നെ ഇത് കുക്കാവണം. അപ്പോൾ കുറച്ച് പുളിയുള്ള തൈരാണെങ്കിൽ കൂടുതൽ നന്നായിട്ടുണ്ടാവും. ലെമണും പുളിക്ക് ആഡ് ചെയ്യും. ഉപ്പിടാൻ മറക്കരുത്. പിന്നെ മല്ലി ഒരു 2 ടേബിൾ സ്പൂണോളം ഹോൾ മല്ലിയാണ്. അതും ജീരകവും ടോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചിടേണ്ടതാണ്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഈ മുളക് പൊടിക്ക് പകരം പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഈ മുളക് പൊടി അവോയ്ഡ് ചെയ്യാം. ഒരു 5-8 പച്ചമുളക് ചതുക്കി ഇടണം, അരക്കല്ല ചതച്ചിടുക. പിന്നെ ചുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉണ്ടല്ലോ, ചുക്ക് ഒരു അഡീഷണൽ സാധനം മാത്രമേ ഉള്ളൂ. പിന്നെ ജീരകം ഒരു 1.5 ടേബിൾ സ്പൂണോളം, മല്ലി ഒരു 2 ടേബിൾ സ്പൂണാണ്. പച്ചമുളക് 3 ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം. എന്നിട്ട് ഒരു നല്ല ചൂടായ പാനിൽ മല്ലിയും ജീരകവും ടോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലോണം ടോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വരും. അപ്പോൾ ഓഫ് ചെയ്തിട്ട് അതിനെ പൊടിച്ചെടുക്കുക. ഇൻഗ്രീഡിയൻസ് എല്ലാം ചിക്കനിലേക്ക് ഇടുക, ഉപ്പ് ഇടണം. എന്നിട്ട് ലെമൺ ഒഴിക്കുക. തൈരിൻ്റെ കൂടെ മിൻറ്റ് അരക്കുന്നത് നല്ലത്. അത് ഞാൻ വിട്ടുപോയതുകൊണ്ട് മിൻറ്റ് ഞാൻ ലാസ്റ്റ് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക ചെയ്തത്. തൈരും മിൻറ്റും ഒരുമിച്ച് അരക്കുക. എന്നിട്ടെല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ മല്ലിയും ജീരകവും പൊടിച്ചതാണ്. എന്നിട്ട് ഒരു പോർഷൻ നല്ല ഫൈനായി പൊടിക്കുക, ഒരു പോർഷൻ കോഴ്സായിട്ടും പൊടിക്കുക. അപ്പോൾ ഈ മല്ലിയെല്ലാം കടിക്കാൻ കിട്ടുമ്പോൾ നന്നായിട്ടുണ്ടാവും. പിന്നെ പച്ചമുളക് ചതുക്കി ഇടുക. മുളക് പൊടി അവോയ്ഡ് ചെയ്യുന്നവർ ഒരു 5-8 ഒരു 10 മുളക് വരെ ഇടാം. പിന്നെ മിൻറ്റ് ഇതാ ഞാൻ വെള്ളം ചേർത്ത് അരച്ചതാണ്, അതും അങ്ങോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും വെക്കണം. ബോണുള്ള ചിക്കനാണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം വെക്കണം. എന്നിട്ട് മാരിനേറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു പാൻ എടുത്തിട്ട് അതിൽ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് ഇതിനെല്ലാം നിരത്തി വെക്കുക. എന്നിട്ടത് ആദ്യം മൂടി വെച്ചിട്ട് വേവിക്കുക. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും മറിച്ചിട്ടിട്ട് ഒരുവിധം വെന്ത് കഴിയുമ്പോൾ മൂടി തുറന്നിട്ട് ഈ ജ്യൂസിനെല്ലാം വറ്റിച്ചെടുക്കുക. അപ്പോൾ വറ്റുമ്പം ഈ മസാലയെല്ലാം നല്ലോണം അകത്തെല്ലാം പിടിച്ച് നല്ല രുചിയാവും. ട്രൈ ചെയ്ത് നോക്ക്. ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ ഡിഷാണ്. താങ്ക്സ് കേട്ടോ.